രാവിലത്തെ സിറ്റുവേഷൻ അല്ല, ഇപ്പം കുറച്ചുകൂടി ഒന്നുകൂടി പ്രതിഷേധം കൂടി വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ തകർക്കുന്ന ഒരവസ്ഥ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വയനാട് നീങ്ങുകയാണ്. രാവിലെ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ സമാധാനപരമായ ഹർത്താൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അതിന് മാത്രം പ്രയാസങ്ങൾ ആ ജില്ലയിലെയും ആ പ്രദേശത്തെയും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏത് പ്രശ്നവും ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ ജില്ലയിലെ MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ എന്നിവരുടെ യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൽ എത്തിച്ചേർന്ന നിഗമനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി 20-ാം തീയതി ഞങ്ങൾ 3 മന്ത്രിമാർ ആ ജില്ലയിൽ പോവുകയാണ്. സ്വാഭാവികമായും അന്നത്തെ ചർച്ചയോട് അന്നവിടെ വിളിച്ചു കൂട്ടുന്നത് മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയുമാണ്. അപ്പോൾ ജനപ്രതിനിധികളുമായും തദ്ദേശ സ്ഥാപനങ്ങളുമായും ചർച്ച ചെയ്ത് അന്ന് കഴിഞ്ഞ 7-ാം തീയതി കഴിഞ്ഞ 15-ാം തീയതി ചേർന്ന യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഇന്ന് രാവിലെ മുതൽ ഹർത്താലുണ്ടെങ്കിലും ശാന്തമായ ഒരു തോതിലുള്ള സമാധാനപരമായ ഹർത്താലാണ് അവിടെ നടന്നു വന്നത്. ഇപ്പോൾ കുറച്ച് നേരത്തെ അവിടെ അതൊരു സംഘർഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സംഘർഷത്തിലേക്ക് എത്തിയാലൊരു പ്രയാസം, നമുക്ക് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ നോർത്തേൺ സർക്കിൾ CCF-ൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകളിലൂടെ സമാധാനപരമായ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണിത്. ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വന്യജീവികളെ സംരക്ഷിക്കുക എന്നതിനുമപ്പുറം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായും വയനാട്ടിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 3 മന്ത്രിമാർ, ഒന്ന് റവന്യൂ മന്ത്രി, ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഒന്ന് വനംവകുപ്പ്, ആ ജില്ലയിൽ ചർച്ചകൾക്കായി പോകുന്നത്. ആ ചർച്ചകളിലൂടെ ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം സംഘർഷം വന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനാകെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും നമ്മൾ മാറിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം വന്യജീവികളുടെ ആക്രമണം മൂലം ജീവനും സ്വത്തിനും നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ പ്രശ്നം. അതിനപ്പുറം അതിലേക്ക് ആ പോയിന്റിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം ദയവായി സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, അവിടെ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരമേഖല CCF-ൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഒരു സ്വാഭാവിക പ്രതിഷേധം തന്നെയല്ലേ അവിടെ ഇപ്പോൾ കാണുന്നത്? അല്ല, ഈ അക്രമാസക്തമായ രീതി സ്വാഭാവികമല്ല. അതേസമയത്ത് ഹർത്താലിന് എല്ലാവരും ആഹ്വാനം ചെയ്തു, എല്ലാവരും ഒറ്റക്കെട്ടാണ്, വയനാട് ജനത ഒറ്റക്കെട്ടാണ്. ആ ഒറ്റക്കെട്ടായി നേടുന്ന സമരത്തെ വഴിതിരിച്ചു വിടാനാണ് ഈ അക്രമത്തിലേക്ക് നീങ്ങുന്നത്. അത് കഴിയുന്നത്ര അവരവർ തന്നെ നിയന്ത്രിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ല, രാഷ്ട്രീയ പ്രശ്നമായി മാറിപ്പോകാതിരിക്കുകയല്ലേ നമുക്ക് വേണ്ടത്. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ, ഇത് അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ അത് പ്രത്യേക റൂട്ടിലേക്ക് തിരിഞ്ഞു പോയാൽ, അതിനെ പറഞ്ഞ അക്രമത്തിലേക്ക് നീങ്ങിയാൽ അത് മറ്റു തരത്തിലേക്കാണ് നീങ്ങിപ്പോവുക. അങ്ങനെ പോകാതിരിക്കാനുള്ള ജാഗ്രത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ആളുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അല്ല, ഞാൻ ജില്ലാ കളക്ടറും ജില്ലാ SP-യുമായും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായും നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവർ എന്നോടും ചോദിക്കുന്നുണ്ട്. പരസ്പരം ആലോചിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇവിടെ ചോദിച്ചതുപോലെ അതൊരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനാണ് എല്ലാവരോടും ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്.